ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരിയാരം ടാക്സി സ്റ്റാൻഡിൽ നിന്നും ഇലക്ഷൻ ആവശ്യങ്ങൾക്കായി ഒരുപാട് ടാക്സികൾ ഓടിയിരുന്നു. 4 മാസങ്ങൾക്കിപ്പുറം വിഷു കഴിഞ്ഞു, ഓണം ഇങ്ങെത്താറായി. എന്നിട്ടും ജോലി ചെയ്ത കൂലിക്ക് ലഭിച്ചില്ല എന്ന ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ടാക്സി ഉടമകൾ. എന്താണ് നിങ്ങളുടെ പ്രധാന വിഷയം? നമ്മുടെ ഇലക്ഷൻ വർക്ക് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഈ ഓട്ടത്തിൽ ഓടിയിട്ടാണ് നമുക്ക് ഉപജീവനം കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പൈസ കിട്ടാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. വിഷു കഴിഞ്ഞു, ഓണം കഴിഞ്ഞു, ഓണം വരുന്നുണ്ട്, വരാൻ പോകുന്നു. അപ്പോൾ അതിനുള്ള നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ഓട്ടം വളരെ കുറവാണ്. എന്നാൽ ഇലക്ഷൻ ഓടിയ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഈ ഓണം വരാനുള്ള സമയത്ത് ഡ്രസ്സുകളും സാധനങ്ങളും വാങ്ങാനുള്ള ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. എത്ര ദിവസം ഏകദേശം ഓടിയിട്ടുണ്ട് വണ്ടി? ഏപ്രിൽ 1 മുതൽ 9 തീയതി വരെ, ഇലക്ഷൻ കഴിഞ്ഞ അന്ന് രാത്രി 12 വരെ ഓടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇത് അധികാരിയോട് പോയി അന്വേഷിച്ചാലും പറഞ്ഞു. പിന്നെ കളക്ടറാണ് ഇതിൻ്റെ ഇത് പറഞ്ഞു. കളക്ടർ പുതിയ കളക്ടർ ആയതുകൊണ്ട് അസിസ്റ്റൻറ്റ് കളക്ടറാണ് ഇതിൻ്റെ പേപ്പർ വർക്ക് നടത്തിയിട്ടുണ്ട്. അതാത് ഓഫീസിലേക്ക് എല്ലാ ഫയലുകളും അയച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അതുപോലെ മറ്റുള്ള മണ്ഡലങ്ങളിൽ പൈസ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർമാർക്ക്, വണ്ടിക്കാർക്കും. ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ മാത്രം പെരിയാരം ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഓടിയ വണ്ടികൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു മറുപടി ഇതുവരെ അവർ തന്നിട്ടുമില്ല. പോയി ചോദിച്ചാൽ ഫണ്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടത്. ഞാൻ ഓൾറെഡി ഇതുവരെ പോയിട്ടില്ല. മറ്റുള്ള സഹപ്രവർത്തകർ പോയി അന്വേഷണം പറഞ്ഞു, ഫണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. അല്ലേ, ഇത്രയും ദിവസം വാഹനം ഓടി എന്നിട്ടും നിങ്ങളുടെ കൂലി ലഭിച്ചില്ല. അപ്പോൾ ആരുടെ അടുത്താണ് ചെന്ന് നിങ്ങൾ പരാതി പറഞ്ഞത്? ആരുടെ അടുത്താണ്? ഞങ്ങൾ വാഹനങ്ങൾ പയ്യന്നൂർ MVD ആണ് വന്നിട്ട് ഇവിടുന്ന് കളക്ടർ ഓർഡർ പ്രകാരം വണ്ടി പിടിക്കുന്നത്. അതിനുശേഷം 1-ാം തീയതി രാവിലെ കണ്ണൂർ താലൂക്ക് ഓഫീസിലെത്തി. കല്യാശ്ശേരി മണ്ഡലത്തിലെ വാഹനങ്ങൾ കണ്ണൂർ താലൂക്ക് ഓഫീസിലെത്തണമെന്ന് പറഞ്ഞു. ഞങ്ങളെത്തി. വണ്ടിക്ക് GPS ഉൾപ്പെടെയുള്ള സാമഗ്രികളായി പിടിപ്പിച്ച് വണ്ടി അതാത് വില്ലേജ് ഓഫീസ് ഏതാണെന്ന് വെച്ചാൽ അവിടത്തേക്ക് പോകാനായിരുന്നു പറഞ്ഞത്. നമ്മൾ അന്ന് തന്നെ വില്ലേജ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു. അന്ന് മുതൽ 9-ാം തീയതി രാത്രി വരെ ഞങ്ങളെ നല്ല സഹകരണമായിരുന്നു വില്ലേജ് ഓഫീസറായിട്ട്. അപ്പോൾ അതുവരെ വാഹനങ്ങൾ ഓടുകയും ചെയ്തു. 10-ാം തീയതി രാവിലെ കണ്ണൂർ തന്നെ ചെന്ന് ഈ GPS അഴിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നമുക്ക് വില്ലേജ് ഓഫീസർ, നമ്മളെ പ്രിസൈഡിംഗ് ഓഫീസറോ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ അവർ ഒപ്പിട്ട് തന്നു. നമ്മളവിടെ കണ്ണൂർ താലൂക്കിൽ തന്നെ കൊണ്ടു കൊടുത്തു. അപ്പോൾ പിന്നെ അതിനുശേഷം ഒന്നും പൈസയോ കാര്യങ്ങളോ വരാത്തതുകൊണ്ട് കണ്ണൂർ താലൂക്കിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവനും പയ്യന്നൂർ താലൂക്കിൽ നിന്നാണ് പേപ്പർ വർക്കുകൾ ചെയ്യുന്നത്. അങ്ങനെ നാളെ ഇതുവരെ കാത്തിരുന്നു, ഒന്നും ഫലമുണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂർ താലൂക്കിൽ ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഇപ്പം തൊട്ടടുത്തുള്ള പയ്യന്നൂർ മണ്ഡലത്തിലോ തളിപ്പറമ്പ് മണ്ഡലത്തിലോ അഴീക്കോട് മണ്ഡലത്തിലോ കണ്ണൂർ മണ്ഡലത്തിലോ കുറച്ച് ഭാഗ്യമായിട്ടും പൂർണ്ണമായും കൊടുത്തില്ലെങ്കിലും ഭാഗ്യമായി കൊടുത്തിട്ടുണ്ട്. കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ പേപ്പർ വർക്കുകൾ നടത്താൻ ഇവിടെ ജീവനക്കാരുണ്ടായില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേപ്പറുകൾ ഇവിടെ ഒന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ പേപ്പറുകളും വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫണ്ട് വന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും വൈകാതെ തരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫണ്ട് കണ്ണൂർ ജില്ലയ്ക്ക് 2 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് ട്രഷറിയിൽ ഇതുവരെ എത്തിയിട്ടില്ല. അത് എത്തിയാൽ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനിയിപ്പോൾ വരുന്നത് മലയാളികൾക്ക്, കേരളത്തിലെ മലയാളികൾക്ക് ഓണമാണ്. അപ്പോൾ കഴിഞ്ഞ വിഷു തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഓണം അത് നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ വലിയ കുറവാണ്. ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുക്കുകയാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ട രോഗികളെ കൂടുതലും ഇവിടെ വരുന്നത്. അവർ തിരിച്ചു പോകുന്നത് ഒരു കാർ എടുത്തിട്ട് പോകണമെങ്കിൽ കുറച്ച് അമിതമായ യാത്രാക്കൂലി ആയതുകൊണ്ടും ഓട്ടോയെ സമീപിച്ചിട്ടാണ് കൂടുതൽ പോകുന്നത്. 1, 2, 3 ദിവസം കടന്നിട്ടാണ് ഒരു വണ്ടിക്ക് ഒരു ഓട്ടം കിട്ടും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ഈ ഓണത്തിന്റെ സമയത്ത് നിങ്ങളുടെ കൂലി വേണമെന്നാണ് നിങ്ങളുടെ ഏറ്റവും ആവശ്യം, ജോലി ചെയ്ത കൂലി. ഓണത്തിന് മുമ്പെങ്കിലും അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആ വിഷു ആഘോഷിക്കാൻ വേണ്ടി പലരുടെ അടുത്ത് കൈവായ്പയായിട്ടും വാങ്ങിച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. അത് തിരിച്ചു കൊടുക്കാനും അല്ലാതെ നമുക്ക് ഒരു ഓണം ആഘോഷിക്കാനും വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. MVD നേരിട്ട് വന്നിട്ട് തന്നെയാണോ പറഞ്ഞത്? RTO നേരിട്ട് വന്നിട്ടാണോ പറഞ്ഞത് നിങ്ങളുടെ? ഇവിടെ പലതവണ 1, 2, 3 പ്രാവശ്യം ഇവിടെ വന്നിട്ട് കിട്ടാത്ത വണ്ടികൾ പിന്നെയും വന്നിട്ട് അവർ പറഞ്ഞു എല്ലാവരും ഓടണം, ഇത് കളക്ടർ ഓർഡറാണ്, അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്നു. അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. എന്തായാലും നമ്മളെ പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മളെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇനിയും അതിന് പണിയെടുത്ത കൂലിക്ക് വേണ്ടി ഇത്രയും മാസം കാത്തിരിക്കൽ എന്ന് വെച്ചാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, പിന്നെ നമ്മുടെ ചെലവ്, അങ്ങനെ ഇത് കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
ജോലി ചെയ്ത കൂലി വേണമെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. അത് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ ഓണം ഇങ്ങ് എത്താറായി. ആ സമയത്ത് ജോലി ചെയ്ത് ആ ഒരു കൂലി ലഭിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അത് ആഘോഷിക്കാൻ പറ്റുകയുള്ളൂ. അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.